നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ എല്ലാരും വിളിക്കുന്നത് കേട്ടല്ലോ. എന്താ അവിടുത്തെ പുതിയ വിശേഷങ്ങള്? അനുവിനെ വിളിച്ചപ്പോ ഇന്ദ്രൻ അവിടെ ഇല്ലാന്നാ പറഞ്ഞ. ഏതോ റൈസ് മിൽ ഓണറുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മധുരയ്ക്ക് പോയിരിക്കുകയാണത്രേ. ഇന്ദ്രനുള്ളപ്പോ സുശീലയും അവിടെ ഒന്ന് താമസമാക്കിയിരുന്നു. ഇന്ദ്രൻ പോയപ്പോ അവരും സ്വന്തം വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ അവർക്ക്. എന്റെ മോൾക്കൊരു സഹായത്തിന് ആ സ്ത്രീ ഒരിക്കലും എത്തില്ല. സഹായത്തിന് എത്തില്ലെന്ന് മാത്രമല്ല അച്ഛാ, അനുചേച്ചിയെ ദ്രോഹിക്കാനേ ആ സ്ത്രീ ശ്രമിക്കൂ. താമസിയാതെ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നു. അതെന്താ മോളെ, അവിടെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അനുമോളാണെങ്കിൽ എന്നോടൊന്നും വിട്ടു പറയില്ല. അതുകൊണ്ട് ചോദിക്ക, നിനക്ക് വല്ലതും അറിയാമോ മോളെ? ഇല്ലച്ചാ, ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. സുശീലാന്റിയുടെ സ്വഭാവം നമുക്കറിയാലോ. ഇന്ദ്രേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ചേച്ചിക്കെതിരെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കി അവരിന്ദ്രേട്ടനെ വിശ്വസിപ്പിച്ചാ മതിയല്ലോ. ആ, പണ്ടത്തെ ഇന്ദ്രനാണെങ്കിൽ അമ്മ പറഞ്ഞതെല്ലാം വെള്ളം തൊടാതെ തന്നെ വീഴുന്നു. പക്ഷേ ഇപ്പോ അവൻ അങ്ങനെയല്ല എന്നാണ് അനുവിന്റെ വിശ്വാസം. പിന്നെ രഘുവും അമ്പിളിയും ദാസും ഒക്കെ അവളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് അവിടെ ഉണ്ടല്ലോ. അതാണ് എൻ്റെ ഒരു ആശ്വാസം. ഞാൻ എന്തായാലും നാളെ ഒന്നങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുക. ദയമോളെ ഒന്ന് തണലിൽ വെച്ച് കണ്ടതാ. ഡിസ്ചാർജ് ആയിട്ടും അവളുടെ പേടിക്കും സ്വഭാവത്തിനും ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് രഘുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ശബരിയോ ദയോ ആരും ഫോണിൽ വിളിക്കാനും പോയില്ല. നാളെ അവിടെ പോയി അവരെ നേരിൽ കാണാം. മാഷ് നാളെ പോകുമ്പോഴേ ചീരുവിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. ഇനി അങ്ങോട്ട് എല്ലാ മാസവും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ വേണം.